ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാട്ടേറ്റിനിടെ കണ്ടാലോ, നല്ല 2 ചൂട് ദോശയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള തക്കാളി ചട്നിയായിരുന്നു. അടിപൊളി ചട്നിയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉച്ചയ്ക്ക് ഞാനിന്ന് നല്ല ചൂട് ചോറും അതുപോലെ തന്നെ ഈ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ് കഴിച്ചത്. ഞാൻ പീസ് അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ചിക്കൻ കറിയിലെ പീസൊക്കെ മാറ്റി വെക്കുക, കാരണം നമുക്ക് ആ കറി ഒഴിച്ച് ചോറ് കഴിക്കണമല്ലോ കുഴച്ചിട്ട്. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ആ കറി ഒഴിച്ച ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ഞാൻ ആ ചിക്കൻ കറിയുടെ ചിക്കൻ്റെ അകത്തുനിന്ന് ഒരു പീസ് നുള്ളി വെച്ചിട്ട് ഈ കറിയും ചിക്കൻ പീസും മാത്രമായിട്ട് ഒന്ന് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചിക്കൻ്റെ പീസ് അങ്ങ് മാറ്റി വെച്ചു, നമ്മുടെ കറി പീസ് അങ്ങ് മാറ്റി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ എടുത്തു. അപ്പോൾ ചാറ് വെച്ച് കുഴച്ച ആ ചോറിൽ ഞാൻ പിന്നെ ആ ചിക്കൻ ഫ്രൈയുടെ ഒരു പീസ് എടുത്ത് അത് വെച്ചിട്ട്, പിന്നെ നമ്മുടെ ആ പൊരി ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആ പൊരിയും കുറച്ചെടുത്ത് അതും വെച്ചിട്ട് കൂട്ടി കുഴച്ച് ഒരു വായങ്ങ് കഴിച്ചു നോക്കി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛൻ ഇന്ന് നല്ല ചൂട് മുളക് ബജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മുളക് ബജിയും അതുപോലെ തന്നെ ചായയാണ് ഞാൻ വൈകിട്ട് കഴിച്ചത്. പിന്നെ രാത്രി പിന്നെയും നമുക്ക് ചോറ് തന്നെയായിരുന്നു. നല്ല ചിക്കൻ ഫ്രൈയും തക്കാളിക്കറിയായിരുന്നു. അപ്പോൾ